ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു വിദേശ നടന് ഒരു രാജ്യം വിലക്കേർപ്പെടുത്തി. സൗദി അറേബ്യയാണ് അത്തരത്തിൽ പ്രമുഖനായ ജോർദാൻ നടനായ അക്കിഫ് നജം എന്ന അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തിയത്. വിലക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാപ്പ് പറയണം എന്ന് വരെ ഉള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. അവിടെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ അദ്ദേഹത്തിനെതിരായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമയായ ആടുജീവിതം, നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ആടുജീവിതം എന്നുള്ള സിനിമയാണ്. ആ ആടുജീവിതത്തിൽ അഭിനയിച്ചതിന് മാപ്പ് പറയണം എന്ന അഭിപ്രായവും അതിശക്തമായിട്ട് സൗദി അറേബ്യയിൽ ഉയർന്നു വന്നു. ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ വലിയ ഒരു അഭിപ്രായങ്ങൾ ആവശ്യം ഉയർന്നില്ലെങ്കിൽ പോലും അവരുടെ മൗനാനുവാദത്തോടു കൂടി തന്നെ അത്തരത്തിലുള്ളൊരു ആവശ്യം ആ സമൂഹത്തിനിടയിൽ നിന്നും ഉയർന്നു വന്നു, പല പ്രമുഖരുടെ നിന്നും ഉയർന്നു വന്നു. അങ്ങനെ ഈ ജോർദാൻ നടനായ സൗദി അറേബ്യയിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്ത മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സിനിമ ആടുജീവിതം, ആ ആടുജീവിതം വളരെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. കാരണം അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റാണ് ഉള്ളത്. കാരണം അതിനു മുമ്പുള്ളായ ആടുജീവിതം എന്ന പേരിൽ തന്നെയുള്ള നോവല്, ആ നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമ എടുത്തത്. ആ നോവല് വളരെ പ്രശസ്തമായി മാറി, അത്രയും വളരെ ഗംഭീരമായിട്ട് മാറി. അപ്പോൾ ആ നോവൽ വായിച്ചവരും ഇനി മാപ്പ് പറയണം എന്നാണ്. ഇത്രയധികം നോവൽ വായിച്ചതും ഈ നോവൽ എഴുതിയ ആളും മാപ്പ് പറയണം എന്ന് പറയുന്നില്ല, പകരം ഒരു നടന് എതിരായിട്ടാണ് ഇപ്പോൾ രംഗുന്നത്. യഥാർത്ഥത്തിൽ ഈ നോവൽ എഴുതിയത് കൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം സൃഷ്ടിക്കപ്പെട്ടതും ഒരു നോവലിസ്റ്റ് ആണല്ലോ. എന്തുകൊണ്ട് ആ നോവൽ എഴുതിയ ആള് മാപ്പ് പറയണമെന്നുള്ള അഭിപ്രായം ഉയർന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല, അത് എന്തുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ എങ്കിലും അത് അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ട ബെന്യാമിനാണ് ആ നോവൽ എഴുതിയത്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമാണ് ബെന്യാമിൻ. അതുകൊണ്ട് ബെന്യാമിൻ മാപ്പ് പറയണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷേ ആ ഒരു വശത്തോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അതിൽ അഭിനയിച്ച ഒരു നടനെ മാത്രം, അതും ജോർദാനിൽ നിന്നുള്ളൊരു നടൻ, സൗദി അറേബ്യയിലെ നടനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ അവിടെ വച്ചിരിക്കില്ലായിരുന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ജോർദാനിലുള്ള നടൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞേണ്ടിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് സൗദി അറേബ്യൻ ജനങ്ങളെയോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അവരെ മോശമാക്കി ചിത്രീകരിക്കാനോ ഞാൻ ആഗ്രഹിച്ചില്ല. സൗദി അറേബ്യക്കാരുടെ മാനുഷികതയും ധൈര്യവും കൂടുതൽ ആർജവത്തോടെ കാണിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അത്ര മാനുഷികതയും അത്ര ധൈര്യവും അത്ര എടുപ്പുമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തിരക്കഥയൊന്നും വായിച്ചു നോക്കിയില്ല, തിരക്കഥ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല. മാത്രമല്ല കഥയും കാര്യമായിട്ടൊന്നും ഞാൻ അത്ര കൃത്യമായിട്ട് ഞാൻ ചോദിച്ചറിഞ്ഞില്ല. പകരം കഥാപാത്രത്തിൻ്റെ പൊതു സ്വഭാവം, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രം എന്താണ്, കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷൻസ് എന്താണ്, അത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അത് മാത്രമാണ് സാധാരണ നടന്മാർ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ കുഴപ്പം എനിക്ക് പറ്റിയതാണ്. നിങ്ങൾ സൗദി അറേബ്യൻ ജനത എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതേ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടനുണ്ട്, നമ്മൾ കണ്ടതാണ് അല്ലേ, മണനാരണ്യത്തിൽ നജീമിനോടൊപ്പം പൃഥ്വിരാജ് അഭിനയിച്ച നജീമിനോടൊപ്പം കട്ടയ്ക്ക് അഭിനയിക്കുകയും അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന തരത്തിൽ അയാളെ സ്നേഹിച്ച് കൂടെ നിർത്തി ആ മാനുഷികത ഇങ്ങനെ ഉയർത്തി കാണിച്ച ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒമാൻ നടനായ താലിബ് അൽ ബലൂഷി എന്ന് പറയുന്ന നടൻ. അദ്ദേഹം പറയുന്നത്, എന്നോടാരും അങ്ങനെ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ തന്നെ ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല. ഞാൻ നല്ല ഒരു സിനിമ ചെയ്തു, ഞാനൊരു നടനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർനാഷണൽ നടനായിട്ട് അറിയപ്പെടുവാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇവിടുത്തെ ഒമാനിലെ സിനിമകൾ മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഒമാനിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് എല്ലാ നടന്മാരും, നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടാനാണ് എല്ലാ നടന്മാരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ ലോകത്തുള്ള പല പ്രേക്ഷകരും എന്നെ അംഗീകരിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ അവതരണത്തെ അവർ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലാണ് എനിക്ക് സന്തോഷം. പക്ഷേ ഞാൻ അതിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും ഈ ഒമാൻ നടനായ താലിഫ് അൽ ബലൂഷിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ജോർദാൻ നടനായ അക്കിഫ് നജം മാപ്പ് പറഞ്ഞതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ ഓർക്കേണ്ടത്, ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ വിലക്കുന്നു. ആ വ്യക്തി ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരിൽ അദ്ദേഹം സിനിമയിൽ എത്ര നന്നായിട്ട് അവതരിപ്പിച്ചു, ഒരു നടനെന്നുള്ള എത്ര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് നോക്കുന്നത്. അയാൾ ചെയ്ത കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് അയാളെ വിലക്കുകയും അയാളെ മാപ്പറയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹം നമ്മൾ എത്ര നല്ലതെന്ന് പറഞ്ഞാലും എത്രമാത്രം നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഒരു കലാകാരനെ അവൻ്റെ കലാപ്രവർത്തനം അവൻ നന്നായിട്ട് ചെയ്തതിന് അഭിനയിക്കുന്നതിന് പകരം അയാളെ വിലക്കുകയും അയാളെ കൊണ്ട് മാപ്പറയിക്കുകയും ചെയ്തൊരു സമൂഹം ഇന്ത്യക്ക് അത് ഒരുപക്ഷെ അത്ര ഒരു വശമുള്ള അറിവുള്ള ഒരു രീതിയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.